ശ്രീ സന്ദീപ് വാര്യർ, ഈ ടൂറിസം പ്രചാരണത്തിന്റെ പേരിൽ വീണ്ടും സർക്കാർ ലക്ഷങ്ങൾ ചെലവഴിക്കാൻ ഒരുങ്ങുകയാണ്. വകുപ്പ് സെക്രട്ടറിയും ടൂറിസം ഡയറക്ടറും ഒക്കെ 6 രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. പറയുന്ന കാരണം ഈ വയനാട് ദുരന്തത്തിന്റെ ആശങ്ക ടൂറിസം മേഖലയിൽ മാറ്റാൻ എന്നാണ്. എന്താണ് പ്രതികരണം? ഒന്ന്, ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, കഴിഞ്ഞ 3-4 വർഷക്കാലത്തിനുള്ളിൽ കേരളത്തിലെ ടൂറിസ്റ്റുകളുടെ ഇൻഫ്ലോയിൽ കാര്യമായിട്ടുള്ള കുറവ് സംഭവിച്ചിട്ടുണ്ട്. ആ കാര്യമായിട്ടുള്ള കുറവെന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ 30 മുതൽ 40% വരെ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ രാജ്യത്തിന്റെ മറ്റു സംസ്ഥാനങ്ങൾ, ഉദാഹരണത്തിന് രാജസ്ഥാൻ ആണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും, ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ തമിഴ്നാട്, അതുപോലെ തന്നെ ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ആഭ്യന്തര ടൂറിസ്റ്റുകളുടെയും അതോടൊപ്പം തന്നെ വിദേശ ടൂറിസ്റ്റുകളുടെയും എണ്ണത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തുന്ന കാലഘട്ടത്തിൽ പ്രകൃതി ഇത്രയും കനിഞ്ഞനുഗ്രഹിച്ചിട്ടുള്ള ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ വിളിക്കപ്പെടുന്ന നമ്മുടെ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുന്നു എന്നുള്ളത് ഗൗരവകരമായി ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവിടെ ടൂറിസം മന്ത്രിയും അതുപോലെ തന്നെ ടൂറിസം സെക്രട്ടറിയും ഒക്കെ വിദേശയാത്ര നടത്തിയത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മറിച്ച് നമ്മുടെ ടൂറിസം പോളിസിക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ടൂറിസ്റ്റുകളോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ ടൂറിസം ഇൻഡസ്ട്രിയിലെ നമ്മുടെ നയങ്ങളിൽ ഒക്കെ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. കേരളം ഒരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കാത്ത വണ്ണമുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും നമുക്കറിയാം, കേരളത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും സ്വാഭാവികമായിട്ടുള്ള ടൂറിസ്റ്റ് ഇൻഫ്ലോയെ ബാധിക്കും. വയനാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് ടൂറിസ്റ്റുകളുടെ വരവിനെ ബാധിക്കും എന്നുള്ള സംശയമില്ല, തർക്കവുമില്ല. പക്ഷെ സർക്കാർ ഇവിടെ ചെയ്യുന്നത് എന്താ? സർക്കാർ പലപ്പോഴും ഒരു 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 നശീകരണ സ്വഭാവത്തിലുള്ള പ്രവർത്തനമാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഒരു ഡിസ്ട്രോയർ ആയിട്ട് മാറുകയാണ് സർക്കാർ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക്, അതല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ദുരന്തങ്ങൾക്ക്, മറ്റു കാര്യങ്ങൾക്ക് ഒരു വലിയ പ്രചരണം കൊടുക്കുകയും ഹൈപ്പ് കൊടുക്കുകയും ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തിനുള്ള രാജ്യത്തിനുള്ള ഒതുങ്ങി നിൽക്കേണ്ട ചില കാര്യങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിന് ഹൈപ്പ് കൊടുത്തുകൊണ്ട് കേരളം ഒരു ദുരന്ത സംസ്ഥാനമാണെന്നുള്ള പ്രതീതി കൊടുത്തിട്ടുള്ളത് കേരളത്തിലെ സർക്കാർ തന്നെ മുൻകൈ എടുത്തിട്ടാണ്. അപ്പൊ അതിനപ്പുറം ഇതെല്ലാം നേരിടാനുള്ള ഒരു കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും കേരളത്തിനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഒരു ആത്മവിശ്വാസമുള്ള സർക്കാർ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ അത് അവർ ചെയ്യാതെ നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസം ഇൻഡസ്ട്രിയെ വലിയ തോതിൽ ബാധിക്കുന്ന രീതിയിലാണ് ഇവിടെ പ്രവർത്തനം കൊണ്ടുപോകുന്നത്. ഒന്ന്, കേരളത്തിലെ ടൂറിസം മന്ത്രി എന്തൊക്കെ പറഞ്ഞാലും ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ തികഞ്ഞ അജ്ഞതയുണ്ട്. ഈ PWD റെസ്റ്റ് ഹൗസുകളിലോ അതല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി ഈ PR വർക്കിന്റെ ഭാഗമായി, PR എക്സസൈസിന്റെ ഭാഗമായി നടത്തുന്ന ചില ഷോ വർക്കുകൾക്കപ്പുറം ഒരു നല്ല പോളിസി കൊണ്ടൊന്ന് കേരളത്തിലേക്ക് പുതുതായിട്ട് ടൂറിസ്റ്റുകളെ കൊണ്ടുവരാനുള്ള ഒരു പ്രവൃത്തിയും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ഇപ്പൊ സൂപ്പർ താരങ്ങളുടെ അടുത്ത് പോയി അഭിമുഖം എന്ന പേരിൽ ഇരിക്കുകയും വലിയ വാചക കസരത്ത് നടത്തുകയും ചെയ്യുന്നതിനപ്പുറം എന്താ ചെയ്തിട്ടുള്ളത്? ഇപ്പൊ കുട്ടിക്കൊഴിച്ചു കൊണ്ടുവന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നല്ലോ ഈ കാരവാൻ ടൂറിസം. ഇന്ന് ആ കാരവാൻ ടൂറിസം എവിടെ എത്തി? 100-100 ചിലാനും കാരവാൻ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ ഒക്കെ പണം നഷ്ടപ്പെട്ടു. അതെ, പിന്നീട് പറഞ്ഞിട്ട് ഈ പാലങ്ങളുടെ അടിയിലൊക്കെ ഇത്തരത്തിൽ ഉള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഈ ചില്ല് ചെയ്യാനുള്ള സ്ഥലങ്ങളാക്കി മാറ്റുമെന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞു കേട്ടിരുന്നു. അങ്ങനെ താങ്കൾ പറഞ്ഞ PR എക്സസൈസിന്റെ ഭാഗമായി ഒരുപാട് പറച്ചിലുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അല്ല, അത് ഈ കാഴ്ചപ്പാടിന്റെ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാഴ്ചപ്പാടിന്റെ പ്രശ്നമുണ്ട്. മറ്റൊന്ന്, ടൂറിസത്തെ കുറിച്ചുള്ള ധാരണയുടെ കുഴപ്പമുണ്ട്. അതായത് ഇവരിപ്പോഴും ടൂറിസ്റ്റുകൾ എന്ന് പറഞ്ഞ് അവര് ആരെയാണ് കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ആളുകളെ, അതല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ട് മാത്രം കാര്യമില്ല, അവർക്ക് കേരളത്തിൽ സ്പെൻഡ് ചെയ്യണം. സ്പെൻഡ് ചെയ്യുന്ന സമയത്താണ് കേരളത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ കച്ചവടം ഉണ്ടാകുന്നത്, ഹോട്ടലുകളിൽ ബിസിനസ് ഉണ്ടാകുന്നത്, ടാക്സി ഡ്രൈവർമാർക്ക് ഓട്ടം ഉണ്ടാകുന്നത്. അല്ലാതെ സ്പെൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരു വിഭാഗം ആളുകൾ ടൂറിസ്റ്റുകളായി കേരളത്തിൽ വന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്കുള്ള അന്തരീക്ഷം ഇവിടെ ഉണ്ടാകണം. നിങ്ങൾ പാലത്തിന്റെ ചുവട്ടിൽ പോയി തട്ടുകട തുടങ്ങിയത് കൊണ്ട് ടൂറിസ്റ്റുകൾ വരണമെന്നില്ലല്ലോ. അപ്പം ആ രീതിയിലേക്കുള്ള ഒരു ടൂറിസം കൾച്ചർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സർക്കാരിന്റെ പണി എന്ന് പറയുന്നത് അത്തരം ടൂറിസം കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ പര്യാപ്തമായ നയങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതാണ്. അവിടെ പൂർണ്ണമായിട്ട് പരാജയപ്പെടുകയാണ്. അവിടെ ഈ പോയിട്ട് ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഗിമ്മിക്കുകൾക്കപ്പുറം ശ്രീ മുഹമ്മദ് റിയാസിന് ടൂറിസം മന്ത്രി എന്ന നിലയിൽ എന്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. ഇവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരവാൻ ടൂറിസം. ഇതിന്റെ പ്രശ്നം എന്താ? പ്രായോഗികമായിട്ട് ശരിയല്ലാത്ത അല്ലെങ്കിൽ അപ്രായോഗികമായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് കുട്ടിഘോഷിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇതിനെ എവിടെയും ഒന്നും എത്താതെ പോവുകയാണ്. ഈ സർക്കാരിന്റെ മറ്റെല്ലാ പരിപാടികളും ഇതുപോലെയാണല്ലോ. ഇപ്പം ഞാൻ അതിലേക്ക് കടക്കുന്നില്ലെങ്കിൽ പോലും ഇപ്പം അപ്രായോഗികമായിട്ടുള്ള കൊക്കോണിക്സ് ലാപ്ടോപ്പ് കൊണ്ടുവന്നിട്ട് എന്തായി? കുട്ടികളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി, കുട്ടികളത് വേണ്ട എന്ന് പറഞ്ഞു. അവസാനം അത് പട്ടികജാതി കുട്ടികളുടെ തലയിൽ കെട്ടിവെച്ച് ദുരന്ത ഫണ്ടിൽ നിന്ന് പണം കൊടുത്തു എന്നാണ് ഇപ്പൊ ആക്ഷേപം വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പദ്ധതികളിലും ഉള്ള പ്രശ്നം
ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ ചില ശാഠ്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ്. അപ്രായോഗികമായിട്ടുള്ള ജനങ്ങൾ കേട്ടാൽ സുഖിക്കുന്ന കയ്യടിക്ക് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾക്കപ്പുറം പ്രായോഗികമായ കാര്യങ്ങൾ ചെയ്ത് ശീലമോ പരിചയമോ ലോകപരിചയമോ ഇല്ലാത്ത മരമണ്ടന്മാർ ഈ സർക്കാരിന്റെ തലപ്പത്ത് കയറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് തന്നെയാണ് വയനാട്ടിലെ റിഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ളത്. ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പ്രായോഗികമല്ലാത്ത ടൗൺഷിപ്പ് എന്നൊരു ആശയം പറയുന്നു. കേട്ടാൽ മനോഹരമായ ആശയമാണ്, പക്ഷെ പ്രായോഗിക തലത്തിൽ ബുദ്ധിമുട്ടുള്ള, നടപ്പാക്കാൻ കഴിയാത്ത കാര്യമാണ്. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമായ രീതിയിലേക്ക് ഇതിനെ മാറ്റാൻ അവർക്ക് സാധിക്കുന്നില്ല. എന്തായാലും ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നടത്തുന്ന ഈ ധൂർത്ത് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമാണ്. നിലവിലെ സാഹചര്യത്തിൽ ടൂറിസം മന്ത്രി വിദേശത്ത് പോയതുകൊണ്ട് അദ്ദേഹത്തിന് ടൂർ കിട്ടുമെന്നല്ലാതെ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകളൊന്നും വരാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും അദ്ദേഹത്തിന്റെ അമ്മായിയപ്പന്റെയും ഒക്കെ ടൂറ് കൃത്യമായ ഇടവേളകൾ നടക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ജനങ്ങളാണ് പ്രതിസന്ധിയിലുള്ളത്. ഇവിടുത്തെ ആയിരക്കണക്കിന് ഹൗസ് ബോട്ടുകൾ ആലപ്പുഴയിൽ അവിടെ ടൂറിസ്റ്റുകൾ ഇല്ലാത്തത് കൊണ്ട് മുടങ്ങിക്കിടക്കുന്നു. അവിടെ കായലുകൾ ശുദ്ധീകരിക്കാൻ, അതല്ലെങ്കിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വൃത്തിയായ അന്തരീക്ഷത്തിൽ അവർക്ക് കേരളത്തെ കാണാൻ പരിചയപ്പെടുത്താനുള്ള നയങ്ങളാണ് ഇവിടെ രൂപീകരിക്കേണ്ടത്. അതല്ലെങ്കിൽ മൂന്നാർ ഉൾപ്പെടെയുള്ള, വയനാട് ഉൾപ്പെടെയുള്ള നമ്മുടെ ഹിൽ സ്റ്റേഷനുകളിൽ എന്താ മാറ്റം വരുത്താൻ കഴിയും, അവിടെ പോകുന്ന ആൾക്ക് എന്തൊക്കെ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ കഴിയും, നമ്മുടെ ബീച്ച് ടൂറിസവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ അതെല്ലാം ചെയ്യേണ്ട സർക്കാർ വിദേശത്തെ മന്ത്രി ടൂർ പോയതുകൊണ്ട് ഇവിടെ ടൂറിസ്റ്റുകൾ വരും, അല്ലെങ്കിൽ ടൂറിസം സെക്രട്ടറി ടൂർ പോയതുകൊണ്ട് വരും. അപ്പൊ ഇതാണ് പ്രായോഗിക പ്രശ്നം എന്ന് പറയുന്നത്. ഈ സർക്കാരിന് ഈ വിഷയത്തിൽ ആത്മാർത്ഥതയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.